എല്ലാ സുഹൃത്തുക്കളെയും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു കാടനെയും കടപ്പുറത്തുള്ള ഒരാളെയും കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഈ കാടൻ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തെ അറിയപ്പെടുന്ന എം മണി എന്നാണ്. ശരിക്കും പറഞ്ഞാൽ പ്രായത്തിൽ ഞാൻ ഈ കാടനേക്കാളും പ്രായം കൂടുതലാണ്. അതുകൊണ്ട് ഈ വീഡിയോയിൽ താനെന്നൊക്കെ വല്ലതും പരാമർശിക്കുന്നു എങ്കിൽ അതിൽ ഖേദിക്കേണ്ട, കാരണം പ്രായം കൂടുതലാണ്. ഞാൻ ഈ എം മണിയോട് ചോദിക്കുകയാണ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എം മണിയുടെ തന്തമാരൊക്കെ കാടിൽ കയറി ആ കാട് വെട്ടിപ്പിടിച്ച് അങ്ങനെ ജീവിതം തുടങ്ങിയവരാണ്. കാടിൽ കയറി, അതിൻ്റെ ഉള്ളിൽ കയറി അവിടെ വെട്ടിപ്പൊളിച്ച് ഭക്ഷണം കഴിക്കുന്നത് അവിടുത്തെ കാട്ടുപോത്തിനെയും കാട്ടുപന്നികളൊക്കെയാണ്. ഈ കാട്ടുപന്നിയെയും കാട്ടുപോത്തിനെയൊക്കെ വെട്ടി അത് ചുട്ട് തിന്നാൽ ഏതാണ്ട് ആ ബുദ്ധിയെ ഇതിനവർക്ക് കാണത്തുള്ളൂ. അതിൽ അത് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച എം മണി എന്നാണ് തോന്നുന്നത്. കാരണം അയാളുടെ സംസാരവും അയാളുടെ ശൈലികളും തുല്യമാണ്. ശരിക്ക് ഒരു പോത്തിൻ്റെയും പന്നിയുടെയും ആ സ്വഭാവമാണ്. അത് യാതൊരു തകരാറില്ല. ഇയാളെ ഒരു ശരിക്കും പറഞ്ഞാൽ മണിയാശാൻ എന്ന് പറയും, ചിലരെന്ത് വൈദ്യം. ഇയാൾ അതല്ല, ശരിക്കും പറഞ്ഞാൽ ഇയാളൊരു തെറി മന്ത്രിയാണ്. തെറി പറയുക, അസഭ്യം പറയുക, എന്ത് വായെടുത്താൽ എന്തറിയില്ല. കാരണം വളർന്നത് പന്നിയെയും കാട്ടുപോത്തിനെയും പോത്തിനെയൊക്കെ തിന്നാണ്. അപ്പോൾ ഈ മണി ഇപ്പോൾ ഒന്ന് ചെയ്യേണ്ടത് അർജൻറ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ അടുത്ത് തന്നെ ഒരു സ്ഥലമുണ്ട്, സ്ഥലം തേനി. അവിടെ ഏതാണ്ട് ഒരു 42 കിലോമീറ്റർ തേനി എന്നുള്ള സ്ഥലമുണ്ട്. അവിടെ ഇപ്പോൾ നല്ല ശുദ്ധമായ കഴുതപ്പാൽ കിട്ടും. ആ കഴുതപ്പാൽ വാങ്ങി ഡെയിലി അത് കുടിക്കുക. അപ്പോൾ അത് കാട്ടുപന്നിയും പന്നിയെയും പോത്തിനെയും കാര്യം കുറച്ചുകൂടെ നല്ലതാണ് അതിൻ്റെ പാല് കുടിക്കുന്നത്. ഈ മണിയാണ് പറഞ്ഞത് കടപ്പുറം ഷിബു ബേബി ജോൺ കടപ്പുറംകാരനാണ്, അയാൾക്ക് വിവരമില്ലാന്ന്. വിവരക്കേടും എന്താണെന്ന് തിരിച്ചറിയാൻ ഒരിക്കലും ഒരു പന്നിയുടെയോ കഴുതയുടെയോ സ്വഭാവമുള്ളവർക്ക് മനസ്സിലാകത്തില്ല. തന്നെ മന്ത്രിയാക്കിയത് തൻ്റെ ഈ വാചാലവും ഈ കഴുത ബുദ്ധിയും പന്നിയുടെ ബുദ്ധിയും ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഭരണമുമ്പ് എല്ലാം ഇപ്പോൾ കാട്ടിൽ തന്നെ ഒളിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാട്ടിലാണല്ലോ. അതുകൊണ്ട് ഈ കടപ്പുറംകാരന് എന്ന് ഒരു ആഭാസമായ രീതിയിലുള്ള പ്രസൻറ്റേഷൻ തനിക്ക് പറ്റിയതല്ല, തൻ്റെ പ്രായത്തിന് ഒത്തും പറ്റില്ല. കാരണം തന്നെ മനുഷ്യഗണത്തിൽ കൂട്ടാൻ പറ്റത്തില്ല ഒരു രീതിയിലും. കാരണം ഈ ബ്ലഡ് എന്ന് പറഞ്ഞാൽ പന്നിയുടെയും പോത്തിൻ്റെയും ബ്ലഡാണ്. നമ്മൾ പറയുന്നത് തൃശ്ശൂർക്കാർ ഇത് എന്താടാ പോത്തേന്ന് വിളിക്കും. ഇച്ചിരി കൂടെ വടക്കോട്ട് പോയാൽ മലപ്പുറം ആ ഭാഗത്തപ്പം എന്താ വിളിക്കുക, പന്നിയെന്ന് വിളിക്കും, പന്നിയുടെ മോനെന്ന് വിളിക്കും, അല്ലെങ്കിൽ കഴുതയെന്നൊക്കെ വിളിക്കും. എന്തായിരുന്നാലും പ്രായം ഇത്രയൊക്കെയായി ഇനിയെങ്കിലും സംസാരിക്കുന്ന ഭാഷ ഒന്ന് ശ്രദ്ധിച്ച് സംസാരിക്കുക. വിടരുത്, ഒട്ടും നന്നല്ല. അപ്പോൾ സംസാരിക്കണമെങ്കിൽ രാവിലെ തോറും നല്ല ശുദ്ധമായ ഒരു ഗ്ലാസ് കഴുതപ്പാൽ കുടിക്കുക. അപ്പോൾ പിന്നെ കഴുതപ്പാലെന്ന് കുടിച്ചു കഴിഞ്ഞാൽ ആ പാലെന്നുള്ള മാറ്റി അതിൻ്റെ മുമ്പിലുള്ള ഇതാണെന്ന് പറഞ്ഞോളൂ. അപ്പോൾ കഴുത, പന്നി, പോത്ത് ഈ 3 കൂടെ ചേർന്ന ഒരു വലിയൊരു ബിരുദമാണ്. അത് മാസ്റ്റർ ബിരുദമൊക്കെ നേടാം. അതുകൊണ്ട് കടപ്പുറത്തുള്ളവരെ പറയാൻ താനൊന്നും ആയിട്ടില്ല. കടപ്പുറത്തുള്ളവരൊക്കെ അവിടെ തന്നെ ആ കടൽ തീരത്ത് തന്നെയാണ്. അവിടെ ഒന്നും വെട്ടിപ്പിടിച്ചില്ല. കടൽ നികത്തി എന്നെ വെട്ടിപ്പിടിച്ച മത്സ്യങ്ങളൊന്നും പിടിച്ച് കഴിച്ചില്ല, പച്ചയ്ക്ക് കഴിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് എം മണി, താങ്കളെ ആരും ഒന്നും വിമർശിക്കില്ല എന്ന് തനിക്കുള്ളൊരു ഹുങ്കുണ്ട് കേട്ടോ. ഞാൻ താങ്കളെക്കാളും പ്രായം കൂടുതൽ. അതുകൊണ്ട് എന്നെപ്പോലുള്ളവരെ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതിനെ പ്രതികരിച്ചേ പറ്റൂ. ഇതിൻ്റെ ഒരു പ്രതികരണത്തിൻ്റെ ഭാവമായി മാത്രം കണ്ടാൽ മതി. തനിക്ക് സ്ത്രീകളെ വായി തോന്നുന്നല്ല സ്ത്രീകളെക്കുറിച്ച് പറയും, ഒക്കെ പറയും. ഇപ്പോൾ കടപ്പുറത്തുകാരെയും താൻ പറയാൻ തുടങ്ങി. പിന്നെ കടപ്പുറത്തുകാരുടെ സംസ്കാരം കഴുതയെന്നും പന്നിയെന്നും പോത്തെന്നും വിളിക്കുന്നതല്ല. നല്ല മലയാള ഭാഷ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ.
ശ്രീമാൻ MM മണി, ഇനിയെങ്കിലും വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ കുറച്ച് ഓർത്തുച്ചരിക്കുക. എല്ലാവരും അത് സഹിക്കില്ല. അത് നല്ല രീതിയിൽ ഇനി ആ വാക്കുകൾ ഉപയോഗിക്കണമെങ്കിൽ തന്നെ താങ്കൾ ഒന്ന് അവിടെ തേനിയിലോട്ട് പോകുക. ആ കമ്പം കഴിഞ്ഞ് നേരെ ഇറക്കി ചെന്ന തേനി ആ ഭാഗത്ത് എത്തിയാൽ നല്ല കഴുതപ്പാൽ കിട്ടും. വാങ്ങുക, കുടിക്കുക. പിന്നെ ആരെങ്കിലും ഈ വിടുവായിത്തരം ഉണ്ടെങ്കിൽ അവരെയും കൊണ്ട് കുട്ടിക്കൊണ്ട് അവർക്കിത് വാങ്ങിക്കൊടുക്കുക. തൻ്റെയൊക്കെ ഈ വിടുവായാണ് ഇന്നിപ്പോൾ കാട്ടിൽ തന്നെ കഴിയേണ്ടി വന്നത്. അല്ലെങ്കിൽ മന്ത്രിപദം കൊണ്ട് ഈ നേരെ ട്രിവാൻഡ്രത്തൊക്കെ വന്ന് പോകാമല്ലോ. തനിക്കൊക്കെ ഉള്ള വിവരം കാട്ടിൽ നിന്ന് എന്ത് കിട്ടാനാ? പുറത്തിറങ്ങിയാൽ കിട്ടുന്നില്ല. അവിടെ കിട്ടുന്ന ഓരോ മൃഗങ്ങളുടെ കൂടെയൊക്കെ കഴിയുമ്പോൾ ആ മൃഗസ്വഭാവം ഉണ്ടായിപ്പോൾ അതിൻ്റെ കുഴപ്പമാണ് എന്ന് ലോകത്തുള്ള ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു വസ്തുതയാണ്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള വിടുവായിത്തരം ചെയ്യാതിരിക്കുക. നാളെ മുതൽ തേനിയിൽ പോവുക, നല്ല ചൂടുള്ള കഴുതപ്പാൽ വാങ്ങുക, വീട്ടിൽ സ്റ്റാക്ക് വയ്ക്കുക, രാവിലെ ഉണരുമ്പോൾ അത് ഒരു ഗ്ലാസ് കുടിക്കുക. അതായിരിക്കും നല്ലത്. ഓക്കെ, കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. കാരണം ഞാനും ഒരു കടപ്പുറത്തുകാരനാണ്, അതുകൊണ്ട് ഇങ്ങനെ പ്രതികരിക്കുക. ഓക്കെ, താങ്ക് യു.